മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയര് വിഗ്രഹാരാധകരാണ് എന്ന് മറ്റു മതസ്ഥർ പറയാറുണ്ട്. വളരെ ശരിയായിട്ടുള്ള ഒരു കമൻ്റാണത്. ലോകത്തിൽ ഏതൊന്നിനെക്കുറിച്ച് ഇമാജിൻ ചെയ്യണമെങ്കിലും ഇമേജ് ആവശ്യമാണ്. ഇമേജ് ഇല്ലാതെ ഇമാജിനേഷൻ ബുദ്ധിമുട്ടാണ്. ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ചലനത്തെക്കുറിച്ചോ വിവരിക്കണമെങ്കിൽ ബോർഡിൽ അല്ലെങ്കിൽ ഒരു പലകയിൽ അതിൻ്റെ ചിത്രം വരയ്ക്കണം. അതുപോലെയാണ് പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് എത്രയാണെന്ന് അറിഞ്ഞൂടാ. കേന്ദ്രബിന്ദു മനുഷ്യനാണ്, അത് മനുഷ്യനാണ്. ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് എത്രയാണെന്ന് അറിഞ്ഞൂടാ. അതിൻ്റെ സെൻറ്റർ, കേന്ദ്രബിന്ദു ഓരോ ജീവജാലത്തിലുമാണ്. അതാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് ഒരു ഇമേജ് ആവശ്യമാണ്. ഇമേജ് ഇല്ലാതെ ഈ പ്രപഞ്ചത്തിലെ ശക്തിയെക്കുറിച്ച് ഇമാജിനേഷൻ നടത്താൻ സാധിക്കുന്നത് വരെ ഇമേജ് ആവശ്യമാണ്. ഇത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, എല്ലാ മതസ്ഥർക്കും വേണം. ഹൈന്ദവ ജനതയുടെ കാര്യമെടുത്താൽ ഏറ്റവും രൂപവും ഭാവവും ഭംഗിയുള്ളതും മനുഷ്യൻ്റെ തന്നെ രൂപത്തെ ഇമാജിൻ ചെയ്യാൻ ഏറ്റവും എളുപ്പമായതുകൊണ്ട് ഓരോ വിഗ്രഹവും മനുഷ്യൻ്റെ തന്നെ നന്മ നിറഞ്ഞ രൂപത്തിൽ വരച്ചതും ത്രിമൂർത്തികളായാലും ത്രിശക്തികളായാലും ജീവജാലങ്ങളെയും എല്ലാത്തിനെയും ബന്ധപ്പെടുത്തി മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് യോജിക്കുന്ന വിധത്തിലുള്ള ചിന്താമണ്ഡലത്തിൽ അവനെ നയിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള രൂപങ്ങളാണ് ഹൈന്ദവ ജനതയുടെ ഐഡൽ വർഷിപ്പ്. ഈ വിഗ്രഹാരാധന മറ്റു മതങ്ങളിലുമുണ്ട്. ഖലീഫ കഅബയ്ക്കകത്തുള്ള ശിവലിംഗത്തെക്കുറിച്ച് പറഞ്ഞത് 32 സെൻറ്റിമീറ്റർ ഡയമീറ്ററും വെള്ളിയുടെ ആവരണവുമുള്ള ശിവലിംഗത്തെ കുറിച്ച് ഖലീഫ പറഞ്ഞത്, എൻ്റെ യജമാനനായ നബി തിരുമേനി നിന്നെ ചുംബിച്ച് ആരാധിച്ചിരുന്നു, അതുകൊണ്ട് ഞാനും അത് ചെയ്യുന്നു എന്നാണ്. ആ കഅബയ്ക്കകത്തുള്ള ശിവലിംഗം 360 ശിവലിംഗങ്ങളിൽ 351നെയും തച്ചുടച്ച് അനവധി ഇമേജ് വേണ്ട, ഒരെണ്ണം മതി എന്ന് പറഞ്ഞ് നബി തിരുമേനി ചെയ്തതാണത്രേ. ആ വിഗ്രഹവും ഒരു ഇമേജാണ്, ഐഡലാണ്, ഒരു വിഗ്രഹമാണ്. കാബ എന്ന് പറയുന്നതും വിഗ്രഹമാണ്. മക്കയിലേക്ക് ഹജ്ജിന് പോകുന്നവര് പ്രദക്ഷിണം വയ്ക്കുന്നത് കാബയ്ക്കാണെങ്കിൽ അതൊത്തരിയമിട്ട് ഷർട്ടിടാതെ അവർ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ടെങ്കിൽ കാബയും ഒരു വിഗ്രഹമാണ്. സാത്താന് കല്ലെറിയുക എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആ സ്ഥലത്ത് പോയി ചെയ്യുന്നതും ഒരു വിഗ്രഹത്തിനെതിരെയാണ്. ചന്ദ്രക്കലയും നക്ഷത്രവും അതും വിഗ്രഹമാണ്. ഒരു മോസ്കിൽ അഥവാ മസ്ജിദിൽ ചെന്ന് കാബയ്ക്ക് നേരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ആ ഇമേജ് കാബയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ചില മുസ്ലിം വിഭാഗങ്ങൾ പുണ്യം ചെയ്ത വ്യക്തികളുടെ ശവകുടീരത്തിന് ഭയങ്കരമായിട്ട് ആരാധന നടത്താറുണ്ട്, അതും വിഗ്രഹമാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്കും വിഗ്രഹാരാധനയുണ്ട്, ക്രിസ്ത്യാനികൾക്ക് വിഗ്രഹാരാധനയുണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കുരിശ് തന്നെ ഒരു വിഗ്രഹമാണ്. അൽത്താരയിൽ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുക്രിസ്തു വിഗ്രഹമാണ്.
എത്രയോ പുണ്യവാളന്മാരുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിലെ ചിത്രവും ഇപ്പൊ കരിങ്കല്ലിലെ ചിത്രവും വെക്കാറുണ്ട്. അതിൽ സെയിന്റ് ആന്റണി പെടും, സെയിന്റ് മാർക്ക് പെടും, സെയിന്റ് ജോർജ് പെടുന്നുണ്ട്, സെയിന്റ് ഫ്രാൻസിസ് പെടുന്നുണ്ട്, സെയിന്റ് ജോസഫ് പെടുന്നുണ്ട്, സെയിന്റ് മേരി പെടുന്നുണ്ട്, അടുത്ത കാലത്ത് ഭരണങ്ങാനത്തെ അൽഫോൺസാമയും പെടുന്നുണ്ട്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിലെ വിഗ്രഹത്തിൽ പ്ലാസ്റ്റിക് മാലയിട്ട് ചന്ദനത്തിരി കത്തിക്കുന്നത് വിഗ്രഹമല്ലേ? ഇപ്പോൾ വിഗ്രഹാരാധന നടത്താത്തത് ആരാളെ? ബുദ്ധമതക്കാർ വിഗ്രഹാരാധന നടത്താറുണ്ട്, ജൈനമതക്കാർ വിഗ്രഹാരാധന നടത്താറുണ്ട്, ജൂതന്മാർ നടത്താറുണ്ട്. ഇത് വിഗ്രഹാരാധനയാണെന്ന് പോലും അറിയാതെയാണ് മറ്റു മതസ്ഥർ വിഗ്രഹാരാധന നടത്തുന്നത്. ഹൈന്ദവ ജനത വിഗ്രഹാരാധന നടത്തുമ്പോഴും പറയുന്നത് വളരെ വ്യക്തമായ വിവരണമാണ്. ഈ ലോകത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ എല്ലായിടത്തും കാണാമെങ്കിൽ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തിക്തേന പുഞ്ചീതാമാകൃതക്കസ്യ സിദ്ധനം എന്ന് പറയാറുണ്ട് ഈശാവാസ്യ ഉപനിഷത്തിലെ 1-ാമത്തെ മന്ത്രത്തില്. അപ്പൊ ഈ സർവചരാചരങ്ങളിലും ഈശ്വരൻ ഉണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ആ ഈശ്വരൻ വിഗ്രഹത്തിലുമില്ലേ? ആ ഈശ്വരൻ നദിയിലും അതേപോലെ സൂര്യനിലും പർവ്വതങ്ങളിലും വൃക്ഷങ്ങളിലും ജീവജാലങ്ങളിലും ഈശ്വരനില്ലേ? അതുകൊണ്ടാണല്ലോ ഇവയെല്ലാം ജനിക്കുന്നതും നിലനിൽക്കുന്നതും അന്ത്യത്തിൽ ഇല്ലാതെയാകുന്നതും. ഒരു നക്ഷത്രം പോലും ജനിച്ച് നിലനിന്ന് ബ്ലാക്ക് ഹോൾ ആയിട്ട് ഇല്ലാതെയാവുന്നു. ഈ സൂര്യൻ പോലും കുറെ കാലം കഴിഞ്ഞാൽ ഒരു തമോഗർത്തം ബ്ലാക്ക് ഹോളായി തീരുമത്രേ. നമുക്ക് ജീവനില്ലാത്തതിൻ്റെ കാര്യത്തെക്കുറിച്ച് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ജീവനുള്ളതെടുക്കാം. അതിനകത്ത് നടക്കുന്ന സർവ ബയോകെമിക്കൽ ചേഞ്ചിൻ്റെയും പുറകില് ഒരു ആത്മചൈതന്യമുണ്ട്. ആ ആത്മചൈതന്യം പ്രപഞ്ചത്തിലുമുണ്ട്. ആ ആത്മചൈതന്യം കാണാൻ സാധിക്കുന്ന ലെവലിൽ നമ്മൾ എത്തുന്നത് വരെ ഒരു രൂപം ആവശ്യമാണ്. ഹൈന്ദവ ജനത പറയുന്നു, ഒന്നുകിൽ കരിങ്കല്ലിൻ്റെ വിഗ്രഹമാവാം, അല്ലെങ്കിൽ സ്ഫടികത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ കളിമണ്ണിൻ്റെ ആവാം, ലോഹത്തിൻ്റെയോ ദാരുശില്പം മരത്തിൻ്റെയോ, അല്ലെങ്കിൽ ഒരു ചിത്രം പെയിന്റ് ചെയ്തതാവാം, അല്ലെങ്കിൽ പഞ്ചലോഹമോ വിളക്ക് വെച്ചോ വെറും ഒരു രൂപം വെച്ചോ ആവാം. ഏതുപോലെ വെറും ഒരു രൂപം വെച്ച് ഹൈന്ദവ ജനത ആചാരപ്രകാരം തന്ത്ര വിധിപ്രകാരം ഒരു നാളികേരം വെച്ച് ഇത് ഗണപതിയാണെന്ന് ചിന്തിക്കൂ എന്നുകൂടി പറയാറുണ്ട്. അതിന് സാധിക്കാറുണ്ട്. അങ്ങനെ ഒരു വിഗ്രഹാരാധന, ആ വിഗ്രഹം ഇല്ലാതെ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് ഊഹിച്ച് മനസ്സിലൊരു ചിത്രമുണ്ടാക്കാൻ സാധിക്കുന്നത് വരെ വിഗ്രഹാരാധന ആവശ്യമാണ്. അമ്പലത്തിൽ പോകുമ്പോൾ 20 സെക്കൻഡ് പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും പറയാറുണ്ട്, 5 സെക്കൻഡ് കണ്ണ് തുറന്ന് പ്രാർത്ഥിക്കുക, 15 സെക്കൻഡ് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. എന്തിനാ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് അറിയോ? പുറമേ നിന്ന് ആ രൂപം അകത്തേക്കെടുത്ത് പിന്നെ അകക്കണ്ണുകൊണ്ട് ധ്യാനിക്കാനാണ്, ഇമാജിനേഷനാണ്. അതുകൊണ്ടാണ് എത്ര ദൂരെ നിന്ന് ഗുരുവായൂരമ്പലത്തിലേക്ക് വരുന്ന വ്യക്തിയും കുറച്ചു നേരം രൂപം കണ്ട് പിന്നെ കണ്ണടച്ചാ പ്രാർത്ഥിക്കുന്നത്. ആ പുറമേ ഉള്ള രൂപം പുറമേ ഉള്ള കണ്ണുകൊണ്ട് അകത്തേക്കെടുത്ത് അകക്കണ്ണുകൊണ്ട് അതിലൂടെ പ്രയാണം ചെയ്യലാണ് ധ്യാനം എന്ന് പറയുന്നത്. അത്രയും സെക്കൻഡ് മനുഷ്യ മനസ്സിനെ പിടിച്ചു നിർത്താൻ ഏതാനും സെക്കൻഡ് മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് വിഗ്രഹം കണ്ടാൽ സാധിക്കും. അതുകൊണ്ട് വിഗ്രഹാരാധന സയൻറ്റിഫിക് ആണ്, ലോജിക്കലാണ്, റാഷണലാണ്. കെമിസ്ട്രിയിലെ PhD എടുത്ത ഞാൻ നിങ്ങളോട് പറയുന്നു, കെമിസ്ട്രിയിലെ ഓരോ മോളിക്യൂളുകളെയും കാണാനായിട്ട് നമ്മുടെ പുറത്തെ കണ്ണുകൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ആ മോളിക്യൂളുകളുടെ മുഴുവനും ചിത്രം വരച്ചിട്ട് അല്ലെങ്കിൽ അതിനെ
കറുത്തതും വെളുത്തതും മഞ്ഞയും പച്ചയും നിറത്തിലുള്ള ഗ്ലോബുകൾ കൊണ്ട് കണക്ട് ചെയ്തിട്ട ഒരു മോളിക്യൂളിൻ്റെ രൂപം ഇന്നും ഡോക്ടറേറ്റും DSCയും കഴിഞ്ഞവർ പോലും ഉണ്ടാക്കുന്നത്. ഒരു മോളിക്യൂൾ ഉണ്ടെന്നറിയാൻ കാണാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ രൂപം പടയ്ക്കണം, പടച്ചുവിടണം, സൃഷ്ടിക്കണം, എന്നിട്ട് ഇമാജിൻ ചെയ്ത് വേണം കാണാത്ത മോളിക്യൂളിനെ കുറിച്ച് വർക്ക് ചെയ്യാനെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്. അതുകൊണ്ട് ഓർമ്മിക്കുക, വിഗ്രഹാരാധനയിലൂടെ ഇമാജിനേഷൻ ചെയ്യാൻ ആവശ്യമാണ്. ആ ലെവല് കഴിഞ്ഞാൽ കൈവല്യോപനിഷത്ത് പറയാറുണ്ട്, ന മന്ത്രം ന തന്ത്രം ന ധ്യാനം ന ശയനം ന യജ്ഞോപവീതം ന ദണ്ഡം ന ശിഖ ന കമണ്ഡലവും. അതിനുശേഷം പിന്നെ മന്ത്രവും തന്ത്രവും കമണ്ഡലവും യജ്ഞോപവീതവും ശിഖയും ഒന്നും വേണ്ട. പക്ഷേ രമണ മഹർഷിയുടെ നിലവാരത്തിലോ രാമകൃഷ്ണ പരമഹംസരുടെ നിലവാരത്തിലോ ശങ്കരാചാര്യരുടെ നിലവാരത്തിലോ എത്തുന്നത് വരെ ഇതെല്ലാം വേണം. ശങ്കരാചാര്യരുടെ നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞു, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ കാണാൻ ഞാൻ ക്ഷേത്രത്തിൽ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന്. പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെക്കുറിച്ച് പരിമിതമായ അക്ഷരങ്ങളുള്ള ഭാഷ കൊണ്ട് വിവരിക്കാൻ ശ്രമിക്കേണ്ടായിരുന്നു എന്ന്. പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ ഒരു ശ്രീകോവിലിനകത്ത് വലയം വെക്കേണ്ടായിരുന്നു എന്ന് ശങ്കരാചാര്യർ പറഞ്ഞത് ഭാരതത്തിലെ 108 ക്ഷേത്രങ്ങൾ സന്ദർശിച്ചതിന് ശേഷമാണ്. കാശ്മീർ മുതൽക്ക് കന്യാകുമാരി വരെ യാത്ര ചെയ്ത് പ്രദക്ഷിണം വെച്ചിട്ടാണ് ശങ്കരാചാര്യർ പിന്നീട് അതിനതീതനായത്. ഇത് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവനും ചെയ്തത്. 27 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് പറഞ്ഞു, ഇനി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയാലും മതി, അവനവനെ തിരിച്ചറിഞ്ഞാൽ മതി, വിളക്ക് കത്തിച്ച് ജ്വാലയെ ആരാധിച്ചാൽ മതി. പൂർവിക ഋഷിവൈദ്യന്മാര് വേദത്തിലെ വിഗ്രഹത്തെ ആരാധിച്ചിരുന്നില്ല. അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നദാതമം അഗ്നി പൂർവേഭിർഷീഭിരീഡ്യോ നൂതനൈരുത സദേവാം ഏഹവക്ഷതി അഗ്നിനാരയിമശ്നവത് പോഷാമേവ ദിവേ ദീവേ യശസം വീരവത്തമം അഗ്നേയം യജ്ഞമധ്വരം വിശ്വത പരിപൂരസി സയിത് ദേവേഷു ഗച്ഛതി എന്ന്. ഞാൻ വേദമന്ത്രം വളരെ സ്പീഡിലാണ് ചൊല്ലിയത്, ശ്രുതിയോടുകൂടിയാണ് അത് ചൊല്ലാറുള്ളത്. ആ അഗ്നിയാണ്, ജ്വാലയാണ്, എനർജിയാണ്, ഹീറ്റ് ആൻഡ് ലൈറ്റാണ് ഭാരതീയർ ആരാധിച്ചിരുന്നത്. അതിൽ ഈശ്വരനെ കാണാൻ സാധിക്കുന്നത് വരെ നമുക്കൊരു വിഗ്രഹം ആവശ്യമാണ്. അതുകൊണ്ട് വിഗ്രഹാരാധന സയൻറ്റിഫിക്കാണ്, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതാണ്. അത് തന്നെയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചെയ്യുന്നത്. ഇത് നിങ്ങൾ അറിയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.